എൻ്റെ പേര് എൽന ഗ്ലാഡ്സൺ. എനിക്കിപ്പോൾ 24 വയസ്സുണ്ട്. ഒരു വർഷം മുന്നെയാണ് നടുവേദന എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഡാൻസ് പഠിക്കുന്ന സമയമായിരുന്നു. ഡാൻസ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ പറ്റിയൊരു ഇഞ്ചറിയാണിത്. ഒരു വർഷത്തിന് ഇപ്പോൾ എനിക്കൊന്നും 1.5 വർഷമായി. 1.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഒന്നുമില്ല. ഞാൻ ആയുർവേദം തൊട്ട് അലോപ്പതി തൊട്ട് മിക്ക സ്ഥലത്തും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം രൂപ അടുത്ത് ഞാനതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സിന് പോയാൽ പോലും ആ മൊമെൻ്ററി ആയിട്ട് കിട്ടുന്ന റിലീഫ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സയാറ്റിക്കാണ് എനിക്ക് ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ അലോപ്പതി ഡോക്ടേഴ്സിനെ ചെന്ന് കാണുമ്പോഴേക്കും എനിക്ക് പെയിൻ കില്ലേഴ്സ് വരും അവർ. അല്ലാണ്ട് ഇത് മാറില്ല, ഇത് ഇടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും, ഇത് ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തിക്കുകയോ ഈ പെയിൻ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ഞാൻ റുമറ്റോളജിസ്റ്റിനെയും ന്യൂറോനെയും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാര്യമായ ഒരു ഗുണം ഉണ്ടായിരുന്നില്ല കുറച്ച് പെയിൻ കില്ലേഴ്സ് കഴിക്കുക എന്നല്ലാതെ. പിന്നെ ആണ് ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് സ്കെൽ കെയർ എന്ന് പറഞ്ഞ ഈ ക്ലിനിക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ കൈറോപ്രാക്ടി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ കണ്ട് എല്ലാവർക്കും വളരെ പേടിയാണ് ഇതെങ്ങനെയാണ് എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ ഞാൻ റിവ്യൂസ് നോക്കിയായിരുന്നു. നല്ല റിവ്യൂസ് ആയിരുന്നു, ജെന്യുവിൻ റിവ്യൂസ് ആയിരുന്നു മിക്കതും. അപ്പോൾ ഞാനിവിടെ വന്നു. ഞാനൊരു കൺസൾട്ടേഷൻ എടുത്തിട്ടാണ് ഞാൻ സെഷന് കയറിയത്. എനിക്ക് ബാക്കി ഇപ്പോൾ ഞാൻ ഒരു 2-3 സ്ഥലത്ത് ഉഴിച്ചിലിനൊക്കെ പോയിട്ടുണ്ട്, പഞ്ചകർമ്മയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും കിട്ടാത്തൊരു റിലീഫാണ് എനിക്കൊരു ഒറ്റ സെഷനിൽ കിട്ടിയത്. ലൈക്ക് ആ സയാറ്റിക്ക പെയിൻ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, എപ്പോഴും ഒരു വെയിറ്റ് നമ്മൾ കൊണ്ടുനടക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നണേ. അത് കഴിഞ്ഞ് ഫസ്റ്റത്തെ സെഷൻ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഫെദർ ലൈറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് വെയിറ്റും ടെൻഷനും സ്റ്റിഫ്നെസ് ഒക്കെ പോയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, ഒരു സെഷനിൽ പോയിട്ട് കുറച്ച് നേരത്തേക്കെങ്കിലും ഈ പെയിനിൽ നിന്നൊരു റിലീഫ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ ഐ എം വെരി താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച്.